ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനി ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൃഷി എന്ന് പറയുന്നത് പടവലം കൃഷിയാണ്. ഇതുവരെ മറ്റുള്ള കൃഷികളൊക്കെ നമ്മൾ ചെയ്തു, എല്ലാം നല്ല വിജയത്തിലൊക്കെയായിരുന്നു എത്തിയത്. അപ്പോൾ നമുക്ക് പടവലം കൃഷിയും കൂടെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ സീഡ് കടയിൽ ചെന്നപ്പോൾ അവിടെ പടവലത്തിൻ്റെ വിത്തിരിക്കുന്ന കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പം നല്ല ഇനം വിത്തുകൾ നോക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. കുഞ്ഞ് കവറിനകത്തിരിക്കുന്ന വിത്തുകൾ വാങ്ങിക്കാതെ ഇരിക്കുക. അപ്പം നല്ല ഡേറ്റ് ഒന്നും കഴിയാത്ത കവർ നോക്കി നമ്മൾ വാങ്ങിക്കാൻ ശ്രമിക്കണം. നല്ല ഹൈബ്രിഡ് വിത്തുകൾ നോക്കി വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കൂടുതലെന്ന് പറഞ്ഞാൽ നമ്മുടെ പരിചയക്കാരുടെ കയ്യിൽ നിന്നോ നമ്മുടെ കൂട്ടുകാരുടെ കയ്യിൽ നിന്നോ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ നിന്നോ ഒക്കെ വാങ്ങിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അതുപോലെ തന്നെ പച്ചക്കറി കടയിലൊക്കെ ചെല്ലുമ്പോൾ നല്ല മൂത്ത പടവലമൊക്കെ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചിട്ട് അതിൻ്റെ അരി എടുത്താലും മതി. അപ്പം നമുക്ക് നല്ലതുപോലെ പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിന്ന് വാങ്ങിയ ഈ ഹൈബ്രിഡ് വിത്ത് കൊണ്ട് ഞാൻ എങ്ങനെയാണ് പടവലം കൃഷി ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ എന്തെങ്കിലും വിത്തുകൾ നടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാഴ്ചയ്ക്ക് മുമ്പേ നമ്മൾ അതിൻ്റെ മണ്ണെല്ലാം ഒരുക്കി വൃത്തിയാക്കി ഇട്ടേക്കണം. കാരണം എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുമ്മായം വേണം, ചാണകം, ചാരം എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു സ്പൂൺ സുഡോമോണസ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ ഇളക്കി സ്വല്പം വെള്ളമൊക്കെ തളിച്ചിട്ടിരുന്നാൽ അത് വെള്ളവും വളവും എല്ലാം ആയിട്ട് മണ്ണും ഒക്കെ ആയിട്ട് സെറ്റായി കിടന്നോളും. അപ്പോൾ നമുക്ക് നല്ല വിളവും കിട്ടും. അങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുന്നതായ ഒരു ഗ്രോ ബാഗാണിത്. അപ്പം ഇതിൻ്റെ അടിഭാഗത്ത് ഞാൻ കരിയിൽ നിറച്ച് വെച്ചിരിക്കുകയാണ്. കുറച്ച് കരിയിലിട്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിരുന്ന മണ്ണും വാരിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെ വേണം ചെയ്യാനായിട്ട്. നമ്മൾ കുറച്ച് മണ്ണ് ഇങ്ങനെ എല്ലാം സെറ്റാക്കി ഇങ്ങനെ വെച്ചിരുന്നാൽ നമുക്ക് പിന്നെ അങ്ങ് നട്ടാൽ മതി. വരുന്നു കല്ലൊക്കെ അങ്ങ് മാറ്റി കളഞ്ഞേക്കുക. സ്വല്പം വെള്ളമൊക്കെ തളിച്ച് അങ്ങനെ പരുവത്തിനാക്കി വെച്ചേക്കണം. ഞാനിത് വെള്ളത്തിൽ കുതിർക്കാറില്ല. ചിലരൊക്കെ പറയാറുണ്ട് വെള്ളത്തിൽ തലേന്നേ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് എത്ര മണിക്കൂർ കുതിർത്തിട്ടൊക്കെ നടണമെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. അല്ലാതെ തന്നെയാണ് ഞാൻ ചെയ്തത്. ഞാൻ ചെയ്തതും കൂടെ നിങ്ങളെ കാണിക്കാം. 2 എണ്ണം മാത്രമേ ഒരു കവറിനകത്ത് നടുന്നുള്ളൂ. നമ്മുടെ ഒരു വിരലിൻ്റെ പകുതി ആഴത്തിൽ വേണം ഇത് നടാനായിട്ട്. അപ്പോൾ ഇത് വേറൊരു കവറിനകത്ത് നടാം. അത് സ്വല്പം വെള്ളം തളിച്ചു കൊടുത്താൽ മതി. രാവിലെ വൈകുന്നേരം കുറേശ്ശെ വെള്ളം തളിച്ചു കൊടുക്കണം. നമ്മളെല്ലാ കൃഷികളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം വെള്ളത്തിൽ കുതിർക്കാതെ ഡയറക്റ്റ് മണ്ണിൽ കുഴിച്ചിട്ട് പടവലത്തിൻ്റെ വിത്തുകളാണിത്. നല്ലതുപോലെ കിളിച്ച് വന്നിട്ടുണ്ട്. ഒരു 10 ദിവസത്തോളം എടുക്കുന്നേ ഉള്ളൂ ഇത് കിളിക്കാനായിട്ട്. അപ്പോൾ അതിനകത്തിന് വളം ഇടേണ്ട സമയമായി. ഇതിലൊന്നും ഇട്ടിട്ടില്ല. തുടക്കത്തിലിട്ടത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ചെവിടൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ചുറ്റിനും ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കണം. ഇവിടെ 2 എണ്ണം ഇട്ടാണ് ഒരെണ്ണയെ കളിച്ചിട്ടുള്ളൂ. നമ്മൾ പച്ച ഗ്രോ ബാഗിനകത്തും വെള്ള ഗ്രോ ബാഗിനകത്തും നട്ടിട്ടുണ്ട്. പച്ച ഇതിനകത്ത് ഒരു വള്ളിയൊക്കെ ഉണ്ടല്ലോ. എല്ലാം ഒന്ന് ചൂടിളക്കി അതിന് കൊടുക്കാം. ഇതിനകത്തോട്ട് നമുക്ക് വളം ഇട്ട് കൊടുക്കാം. ഇപ്പം ചാണകപ്പൊടിയും ആട്ടിൻ കാഷ്ടവും ചാരവും കൂടെ മിക്സ് ചെയ്തതാണിത്. നല്ലതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാൻ കുഴപ്പമില്ല. നല്ലതുപോലെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിരുന്നാൽ മതി. അതിന് മേളിൽ സ്വല്പം മണ്ണും കൂടെ ഇട്ട് കൊടുക്കണം. ഓരോ പിടി ജൈവവളം കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം ജൈവവളം കുറേ പ്രാവശ്യം ഞാൻ കാണിച്ചതാണ്. സഫാരിയുടെ നാച്ചുറൽ ഓയിൽ കേക്ക്സ് ആണ് വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മുടെ സീഡ് കടയിലും വളം വാങ്ങിക്കുന്ന കടയിലും ഒക്കെ ഇത് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ നമുക്കത് ഓരോ മൂട്ടിലും ഓരോ പിടി വീതം ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് മണ്ണും കൂടെ നമുക്ക് അതിലിട്ട് കൊടുക്കാം. എല്ലാ കവറിനകത്തും മണ്ണിട്ട് ഉറപ്പിച്ച് നിർത്തണം. ഇതിനെ കാറ്റത്തൊന്നും വീണ് പോകാതെ. 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും നമുക്ക് വളരണം. മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും വളം ഇട്ട് കൊടുക്കണം.
നമ്മുടെ പച്ച ബാഗിനകത്ത് ഒരു വള്ളിയൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഓട് കഷ്ണമൊന്നും കെട്ടേണ്ട കാര്യമില്ല. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഒരു കയറും കൂടെ വെച്ച് കെട്ടിയതിന് ശേഷം മേളിൽ പന്തൽ റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. അതിനകത്തോട്ടങ്ങ് കെട്ടിക്കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ചുറ്റിച്ചു കൊടുക്കണം. അപ്പോൾ അതിനകത്തോട്ട് കയറി അങ്ങ് പൊക്കോളും. ഈ കയറാണ് നല്ലത് കേട്ടോ. ചകിരിയുടെ കയറ് വാങ്ങിക്കാമെങ്കിൽ പെട്ടെന്ന് അത് വള്ളി വീശി അങ്ങ് കയറി അങ്ങ് പൊക്കോളും. പ്ലാസ്റ്റിക്കിനേക്കാൾ നല്ലത് ഇതാട്ടോ. നമ്മുടെ വെള്ള ഗ്രോ ബാഗിനകത്ത് നടുക്ക് കയറൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ നമുക്കൊരു ഓടും കഷ്ണം എടുത്തിട്ട് ഒരു കയറെടുത്തിട്ട് അതിനകത്തോട്ട് കയറ് കെട്ടുക. ഒരു ഓടും കഷ്ണത്തിനകത്തോട്ട് കയറ് ചുറ്റിയിട്ട് നമ്മൾ മുകളിൽ പന്തലിലോട്ട് കെട്ടിക്കൊടുത്താൽ മതി. എങ്ങനെയായാലും നമുക്ക് പന്തൽ കെട്ടണമല്ലോ. വള്ളിനകത്തോട്ട് കെട്ടിക്കൊടുത്തിരുന്നാൽ മാത്രം മതി. അത് പടർന്നങ്ങ് പന്തലിനകത്തോട്ട് കയറിക്കോണം. അപ്പോൾ എല്ലാത്തിലും നമ്മൾ ഇതിനകത്തൊക്കെ വള്ളിയുണ്ട്, നമുക്ക് ചൂട് ഏച്ച് കെട്ടിയിരുന്നാൽ മതി. ഹൈബ്രിഡ് വിത്തുകളാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അതിനകത്തും ഓരോന്നും വിധമാണ് 2 ഗ്രോ ബാഗിനകത്ത് കളിച്ചിട്ടുള്ളൂ. ചിന്നു മിന്നും ഒക്കെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ചിന്നുവിനെയും മിന്നുവിനെയും ഒന്നും കാണുന്നില്ലല്ലോ എന്ന്. താഴെ ചിന്നു മിന്നും ഒക്കെ ചെടിയുടെ ഇടയ്ക്കുന്ന് എന്തൊക്കെ തിന്നാമോ അതെല്ലാം തിന്നാൻ നോക്കുകയാണ്. കേട്ടോ മാറടി വിടുന്ന ഒട്ടും പെണ്ണുങ്ങളായിപ്പോയി. ഇപ്പോൾ ബ്രൂണോയും ഉണ്ട് കൂട്ടിന്. ബ്രൂണോ എന്തോടെ ഇങ്ങനെ പോസ് ചെയ്ത് ഇരിക്കുന്നത്? ബ്രൂണോ എന്താടാ ചിന്നു വലിയ പെണ്ണായിപ്പോയാ? വലിയ പിള്ളേരായിപ്പോയോ? വലിയ പിള്ളേരായിപ്പോയോ? വലിയ പിള്ളേരായില്ലേ നിങ്ങളൊക്കെ? ഓ മഴക്കാളികൾ പോകുന്നു. അപ്പം നമ്മൾ പടവലം കുഴിച്ചിട്ട രീതിയും അതുപോലെ തന്നെ അത് വളർന്ന രീതിയും വളവിട്ട രീതിയും നമ്മളതിനകത്ത് വള്ളി കെട്ടി കൊടുത്ത രീതിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളും അതേപോലെയൊക്കെ ഒന്ന് ചെയ്യുക. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യാൻ ഒട്ടും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ നന്ദി, നമസ്കാരം.